നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതിനകത്തേക്ക് ഞാൻ ഈ സോസ് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നു. സോസൊക്കെ മുക്കി ഒന്ന് തിന്ന് കഴിയുമ്പോൾ അടിപൊളി സൂപ്പർ സാധനമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചുള്ള ചെറിയൊരു സ്നാക്സാണ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഞാൻ അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് പച്ചമുളക്, ഒരു പച്ചമുളക്, കുറച്ച് പെരിഞ്ജീരകം, അല്പം ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഉടഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ആ ഉരുളക്കിഴങ്ങ് വെന്ത് വരുമ്പോഴത്തേക്കും അത് പൊരിച്ചെടുക്കാനുള്ള ഇത് ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. രണ്ട് മുട്ട, അല്പം കുരുമുളകൊക്കെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇട്ടുകൊള്ളുക, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇത്തിരി കോൺഫ്ലവർ പൊടിയും കൂടി ചേർക്കണം കേട്ടോ. ഒരുപാടൊന്നും ചേർക്കരുത്, ഒരു 1/4 സ്പൂൺ. ഉരുളക്കിഴങ്ങ് ഞാനിങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇത് മസാല ബിസ്ക്കറ്റാണ്. ഈ ബിസ്ക്കറ്റ് ഉപയോഗിച്ച് ഈ ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാം, ഇത് മുക്കിയിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ആ പൊടിച്ചെടുത്തിരുന്ന ബിസ്ക്കറ്റും റെഡിയാക്കി വെച്ച മുട്ടയും കൂടി ഒന്നിച്ച് യോജിപ്പിച്ച് ഒരല്പം വെള്ളവും കൂടി ചേർത്ത് ഒന്നിച്ച് യോജിപ്പിച്ച ശേഷം അതിൽ നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് മുക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ പോവുകയാണ്. ഇതായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതിനകത്തേക്ക് ഞാൻ ഈ സോസ് ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. സോസൊക്കെ മുക്കി ഒന്ന് തിന്ന് കഴിയുമ്പോൾ അടിപൊളി സൂപ്പർ സാധനമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ബൈ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.